ഹായ് ഓൾ വെൽക്കം ടു ദ ഇക്കണോമിക് മൈൻഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മാക്രോ ഇക്കണോമിക് വേരിയബിൾസ്. വ്യത്യസ്ത തരം മാക്രോ ഇക്കണോമിക് വേരിയബിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾസ്, എക്സോജീനിയസ് ആൻഡ് എൻഡോജീനിയസ് വേരിയബിൾസ്, നോമിനൽ ആൻഡ് റിയൽ വേരിയബിൾസ്. ഇത്തരത്തിൽ 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് മാക്രോ ഇക്കണോമിക് വേരിയബിൾസിന് പ്രധാനമായിട്ടുമുള്ളത്. ഇവ ഓരോന്നും ഏതാന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും എന്താണെന്ന് നോക്കാം. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് എ വേരിയബിൾ ഓൺ വിച്ച് അനദർ ഡിപ്പെൻസ്. അതായത് മറ്റുള്ള വേരിയബിൾസ് ഒക്കെ ആശ്രയിക്കുന്ന ഒരു വേരിയബിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. മറ്റുള്ള വേരിയബിൾസ് ഒക്കെ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഒരു ഫംഗ്ഷനിൽ ഉണ്ടാവുക. എന്നാൽ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് സ്വതന്ത്രമായിരിക്കും. അത് മറ്റൊരു വേരിയബിളിനെ ഒന്നും ആശ്രയിച്ചിട്ടായിരിക്കില്ല ഉണ്ടാവുക. ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എപ്പോഴും സ്വതന്ത്രമായിരിക്കും. ഡിപ്പെൻഡന്റ് വേരിയബിൾ ഈസ് എ വേരിയബിൾ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ അനദർ. ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, മറ്റൊരു വേരിയബിളിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു വേരിയബിൾ ആണ് ഈ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് സ്വതന്ത്രമായിരിക്കും, എന്നാൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വേരിയബിളിനെ ആശ്രയിച്ച് നിൽക്കുന്നതായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. നമുക്കറിയാം സി എന്ന് പറയുന്നത് നമ്മളെ കൺസംഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. വൈ എന്ന് പറഞ്ഞാൽ ഇൻകത്തെ സൂചിപ്പിക്കുന്നതാണ്. സോ ദി എക്സ്പ്രഷൻ ഷോസ് ദാറ്റ് അഗ്രിഗേറ്റ് കൺസംഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്പോസിബിൾ ഇൻകം. അതായത് അഗ്രിഗേറ്റ് കൺസംഷൻ എന്ന് പറയുന്നത് ഇൻകത്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകൾ വാങ്ങുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ കൺസംഷൻ എന്ന് പറയാം. അത് ഇൻകത്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ വരുമാനം കൂടുതലാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന സാധനത്തിന്റെ അളവ് കൂടും, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനത്തിന്റെ അളവ് കൂടും. ഇനി അതേ സമയത്ത് നമ്മൾ വരുമാനം കുറയാണെന്ന് വിചാരിക്കുക, അപ്പൊ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനത്തിന്റെ അളവ് കുറയും. കാരണം നമുക്ക് നമ്മളെ കയ്യിലുള്ള വരുമാനത്തിനനുസരിച്ചല്ലേ സാധനങ്ങൾ കൺസ്യൂം ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ വാങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വരുമാനത്തിനെ ആശ്രയിച്ചിട്ടാണ് എന്ത് നിലനിൽക്കുന്നത്, നമ്മുടെ കൺസംഷൻ നിലനിൽക്കുന്നത് എന്ന് പറയാം. വരുമാനം കൂടിയാൽ നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യും, വരുമാനം കുറഞ്ഞാൽ നമ്മൾ കുറവായിരിക്കും കൺസ്യൂം ചെയ്യുക. അതേസമയം ദ കൺസംഷൻ ഈസ് കൺസിഡർഡ് ആസ് ദി ഡിപ്പെൻഡന്റ് വേരിയബിൾ. അതുകൊണ്ടാണ് കൺസംഷൻ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. കാരണം ഈ വരുമാനത്തിന് ഡിപ്പെൻഡ് ചെയ്താണല്ലോ നമ്മളെ കൺസംഷൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. എന്നാൽ ഇൻകം ഈസ് ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ശരിയല്ലേ? കാരണം ഇനിയിപ്പോ കൺസംഷൻ കൂടിയാലും കുറഞ്ഞാലും നമ്മളെ ഇൻകത്തിന് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. ഇൻകവും കൺസംഷനും തമ്മിൽ എന്താ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. കൺസംഷൻ കൂടിയാലും കുറഞ്ഞാലും അത് ഇൻകത്തിനെ ബാധിക്കില്ല. എന്നാൽ ഇൻകത്തില് കൂടുതലോ കുറവോ ഉണ്ടായാൽ അത് കൺസംഷനെ ബാധിക്കും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഈ ഒരു തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ ഇൻകം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളും കൺസംഷൻ എന്ന് പറയുന്നത് എന്തുമാണ്, ഡിപ്പെൻഡന്റ് വേരിയബിളും ആണ്. ഇനി അടുത്തതാണ് എക്സോജീനിയസ് ആൻഡ് എൻഡോജീനിയസ് വേരിയബിൾസ്. ആൻഡ് എക്സോജീനിയസ് വേരിയബിൾ ഈസ് വൺ ഹൂസ് വാല്യൂ ഈസ് ഡിറ്റർമിൻഡ് ഔട്ട്സൈഡ് ദ മോഡൽ. അതായത് ഒരു മോഡലിന്റെ പുറത്തായിരിക്കും ഈ എക്സോജീനിയസ് വേരിയബിളിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാം. തന്നിരിക്കുന്ന മോഡലിൽ ഒരുപാട് വേരിയബിൾസ് ഉണ്ടാവും, എന്നാൽ ഈ എക്സോജീനിയസ് വേരിയബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ മോഡലിന് പുറത്തു നിന്നായിരിക്കും ഡിറ്റർമിൻ ചെയ്യാം. It is a variable whose value is unaffected by the values of other variables in the model. നമ്മൾ പറഞ്ഞു എക്സോജീനിയസ് വേരിയബിളിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഓഫ് ദി മോഡൽ ആണ്, ആ മോഡലിന്റെ പുറത്തുനിന്നുമാണ്. അതുകൊണ്ട് തന്നെ ആ മോഡലിലുള്ള മറ്റു വേരിയബിൾസിന്റെ വാല്യൂ ഒന്നും ഈ എക്സോജീനിയസ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യില്ല. ഇവർ പരസ്പരം എന്തായിരിക്കും, അൺഅഫക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ പരസ്പരം റിലേഷൻ ഉണ്ടാവില്ല. ചേഞ്ച് ഇൻ ആൻ എക്സോജിനസ് വേരിയബിൾ ഈസ് ക്ലാസിഫൈഡ് ആസ് ആൻ ഓട്ടോണമസ് ചേഞ്ച്. അതായത് എക്സോജിനസ് വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ചിനാണ് നമ്മൾ ഓട്ടോണമസ് ചേഞ്ച് എന്ന് പറയുന്നത്. ഈ എൻഡോജിനസ് വേരിയബിൾ എന്താന്ന് വെച്ചാൽ ആൻ എൻഡോജിനസ് വേരിയബിൾ ഈസ് വൺ ഹൂസ് വാല്യൂ ഈസ് ഡിറ്റർമിൻഡ് വിത്തിൻ ദി മോഡൽ. എക്സോജീനസ് വേരിയബിളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, എൻഡോജീനസ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് എൻഡോജീനസ് വേരിയബിളിന്റെ വാല്യൂ ആ തന്നിരിക്കുന്ന മോഡലിൽ നിന്നും തന്നെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. എന്നാൽ എക്സോജീനസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ മോഡലിന്റെ പുറത്തു നിന്നായിരിക്കും നമുക്ക് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക. Given the values of the relevant exogenous variables and their relationships involved. അതുകൊണ്ട് തന്നെ ആ മോഡലിൽ തന്നിരിക്കുന്ന വേരിയബിൾസ് ഉണ്ടാവുമല്ലോ, ആ വേരിയബിൾസിന്റെ റിലേഷൻ, തന്നിരിക്കുന്ന വേരിയബിൾസും ഈ എൻഡോജിനസ് വേരിയബിൾസും പരസ്പരം എന്തായിരിക്കും, റിലേറ്റഡ് ആയിരിക്കും. ക്ലിയർ?
അതാണ് എൻഡോജിനസ് വേരിയബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര മനസ്സിലാക്കിയാൽ മതി. എക്സോജീനിയസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ അത് തന്നിരിക്കുന്ന മോഡലിന്റെ പുറത്തുനിന്നായിരിക്കും ഡിറ്റർമിൻ ചെയ്യുക. എന്നാൽ എൻഡോജിനസ് വേരിയബിളിന്റെ വാല്യൂ ആ തന്നിരിക്കുന്ന മോഡലിന്റെ ഉള്ളിൽ നിന്നും തന്നെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ മോഡലിന്റെ ഉള്ളിലുള്ള ഓരോ വേരിയബിൾസും പരസ്പരം എന്താണ് അഫക്റ്റഡ് ആണ്, റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്തതാണ് നോമിനൽ ആൻഡ് റിയൽ വേരിയബിൾസ്. ദ വാല്യൂ ഓഫ് എ വേരിയബിൾ മെഷേർഡ് ഇൻ കറന്റ് പ്രൈസ് ഈസ് നൗൺ ആസ് ദി മണി ഓർ നോമിനൽ വേരിയബിൾ. അതായത് ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ വാല്യൂ നമ്മൾ മണിയിൽ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ കറന്റ് പ്രൈസിനെയാണ് നമ്മൾ മണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാല്യൂവിനെ ഒരു വേരിയബിളിന്റെ വാല്യൂവിനെ നമ്മൾ കറന്റ് പ്രൈസിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മണി വേരിയബിൾ അല്ലെങ്കിൽ നോമിനൽ വേരിയബിൾ എന്ന് പറയുന്നത്. കറന്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നിലവിൽ ഈ വർഷത്തെ കണക്കനുസരിച്ച്, അല്ലെങ്കിൽ ഈ വർഷത്തെ ഇപ്പോൾ നിലവിൽ ഉള്ള സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് നോക്കുക, ഒരു വേരിയബിളിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോമിനൽ വേരിയബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ മണി വേരിയബിൾ എന്ന് പറയാം. നിലവിലുള്ള പ്രൈസ്, കറന്റ് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും നോമിനൽ വേരിയബിളിനെ നോക്കുക. എന്നാൽ ദ വാല്യൂ ഓഫ് വേരിയബിൾ മെഷേർഡ് ഇൻ എ ബേസ് ഇയർ പ്രൈസ് ഈസ് നൗൺ ആസ് ദി റിയൽ വേരിയബിൾ. എന്നാൽ ഒരു ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ട് മുൻപത്തെ വർഷം, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് 2 വർഷം തന്നിട്ടുണ്ടാവും. 2000 2005 തന്നെന്ന് വിചാരിക്കുക. ഈ 2000 2005 ആണ് തന്നതെങ്കിൽ ഒരു വേരിയബിളിന്റെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്നത് 2000-ത്തിലാണെങ്കിൽ, 2000 എന്ന വർഷത്തിന്റെ അനുസരിച്ചാണ് നമ്മൾ ഒരു വേരിയബിളിന്റെ വാല്യൂ നോക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ റിയൽ വേരിയബിൾ എന്ന് പറയാം. എന്നാൽ 2005 അതാണല്ലോ ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും കറന്റ് ആയിട്ടുള്ളത്, അത് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്കിൽ അതായിരിക്കും എന്ത്? നോമിനൽ വേരിയബിൾ. ഒന്നും കൂടി പറയാം. ഇപ്പൊ 2025 2024 തന്നെ എടുക്കുക. 2025 ഉള്ള പ്രൈസ് വാല്യൂ ഉണ്ടാവുമല്ലോ, ഒരു പ്രൈസ് ഉണ്ടാവും. ആ പ്രൈസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു വേരിയബിളിന്റെ വാല്യൂ മെഷർ ചെയ്യുന്നത് എങ്കിൽ അതാണ് നോമിനൽ വേരിയബിൾ. കാരണം നിലവിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ മെഷർ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ നോമിനൽ വേരിയബിൾ എന്ന് പറയും. ഇനി അതുപോലെ തന്നെ 2024 കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ബേസ് ഇയർ പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു വേരിയബിളിന്റെ വാല്യൂ മെഷർ ചെയ്യുന്നത് എങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? റിയൽ വേരിയബിൾ എന്നും പറയും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടുള്ള മാക്രോ ഇക്കണോമിക് വേരിയബിൾസ് ആണ്. അതിൽ നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡന്റ് വേരിയബിൾസും ഉണ്ട്, ഡിപെൻഡന്റ് വേരിയബിൾസും ഉണ്ട്, എക്സോജിനസ് വേരിയബിളും ഉണ്ട്, എൻഡോജിനസ് വേരിയബിളും ഉണ്ട്, അതുപോലെ തന്നെ നോമിനൽ വേരിയബിളും ഉണ്ട്, റിയൽ വേരിയബിൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് സ്വതന്ത്രമായിരിക്കും. എന്നാൽ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള വേരിയബിളിനെ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ആശ്രയിച്ചിരിക്കുന്നതായിരിക്കും ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞു. ഇനി എക്സോജിനസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ മോഡലിന്റെ പുറത്തു നിന്നായിരിക്കും അതിന്റെ വാല്യൂ, ആ ഒരു വേരിയബിളിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാന്ന് പറഞ്ഞു. എന്നാൽ എൻഡോജിനസ് എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന മോഡൽ അല്ലെങ്കിൽ വിത്തിൻ ദ മോഡലിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അതിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. എന്നാൽ നോമിനൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ കറന്റ് ഇയറിലെ പ്രൈസ് വെച്ചിട്ടായിരിക്കും ആ വേരിയബിളിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. അതുപോലെ റിയൽ വേരിയബിൾ ആണെങ്കിൽ ബേസ് ഇയർ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രൈസ് വെച്ചിട്ടായിരിക്കും ആ വേരിയബിളിന്റെ വാല്യൂ മെഷർ ചെയ്യുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.